8 മണിക്കൂർ ടോയ്ലറ്റ് ടാങ്കിൽ ഒരാൾ കുടുങ്ങി. അമേരിക്കയിലാണ് ഈ സംഭവം. US കൻസാസ് സിറ്റിയിലെ ജൂലൈ 14 ഫിഫ ലോകകപ്പിൻ്റെ പബ്ലിക് വാച്ച് പാർട്ടി, ആ ഭാഗത്ത് ജനങ്ങൾ കൂടി. അവിടെ ആയിരക്കണക്കിന് ജനങ്ങൾ വരുന്നതുകൊണ്ട് ടെമ്പററി ടോയ്ലറ്റ് ഫെസിലിറ്റിയും കൂടെ അവിടെയൊക്കെ നടപ്പാക്കും. പോട്ടി അവിടെ വൃത്തികേട് മലമൂത്ര വിസർജനം ചെയ്യാനുള്ള ടെമ്പററി സൗകര്യം, പോട്ടി എന്ന് പറയുന്ന ചില പ്ലാസ്റ്റിക് കുറ്റികൾ നാട്ടി അതിനകത്ത് ക്ലോസറ്റുകളും വെച്ച് ടെമ്പററി ആയിട്ട് അത് മറച്ച് അങ്ങനെ ചെറിയ ധാരാളം യൂണിറ്റുകൾ ആ ഗ്രൗണ്ടിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. ജൂലൈ 14 ഈ സ്ഥലത്ത് ഇതുപോലെയുള്ള യൂണിറ്റുകൾ സ്ഥാപിച്ച് ആൾക്കാർ അതിനകത്ത് മലമൂത്ര വിസർജനമൊക്കെ ചെയ്ത് കഴിഞ്ഞ് പോകും. ഏതായാലും പാർട്ടി കഴിഞ്ഞതോടുകൂടി അവിടെ ഈ ടെമ്പററി ടോയ്ലറ്റ് ഫിക്സ് ചെയ്ത ആൾക്കാർ വന്ന് ടോയ്ലറ്റുകൾ ഓരോന്നും അത് നോക്കി ആളുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് അത് മാറ്റിക്കൊണ്ടിരുന്നു. ജനങ്ങളെല്ലാം പോയി. അതിനുശേഷം ഒരു ടോയ്ലറ്റിൽ അവർ വന്ന് തട്ടി വിളിച്ചപ്പം അകത്തു നിന്ന് പൂട്ടിയിരിക്കുന്നു. പല പ്രാവശ്യം വിളിച്ചു. അവരെന്തായാലും എമർജൻസി കേസായിരിക്കും, അയാൾ ബാത്റൂമിൽ പൊക്കോട്ടെ എന്ന് കരുതിയിട്ട് ഇവർ ബാക്കിയുള്ള സാധനങ്ങളെല്ലാം അവരുടെ ലോറിയിലെല്ലാം ടെമ്പററി ഈ പോട്ടി എന്ന് പറയുന്ന ആ ടെമ്പററി ബാത്റൂം ലോറി കയറ്റിയ ശേഷം അവസാനത്തെ ആളുടെ കാര്യം കഴിഞ്ഞിട്ട് അവിടെ തുറക്കാമെന്ന് പറഞ്ഞാൽ അവസാനത്തെ ആളുടെ ആ ടോയ്ലറ്റിൽ വന്നപ്പം അകത്ത് നിന്ന് പൂട്ടിരിക്കുന്നു. പല പ്രാവശ്യം തട്ടിയിട്ട് ശബ്ദമില്ല. അവർ വിചാരിച്ച് എന്തോ പന്തികേടുള്ള പോലെ തോന്നി. അവരതിൻ്റെ ചെറിയ വിൻസ്ക്രീനിൽ കൂടെ അതിനകത്ത് നോക്കി. ടോയ്ലറ്റ് കാണാം, അതിൻ്റെ മൂടി അടച്ചിരിക്കുകയാണ്, പക്ഷെ ആളെ കാണാനില്ല. അവർക്ക് സംശയമായി. അവർ കുറേ ഉറക്കം വിളിച്ചു, പക്ഷെ ഒരു മറുപടി ചെറുതായിട്ട് വരുന്നുണ്ട്. എന്തായാലും അവർ പോലീസിനെ വിളിച്ചു. പോലീസിനെ വിളിച്ചിട്ട് പോലീസ് വന്ന് വിളിച്ചു നോക്കി. ബാത്റൂമിലെങ്ങാണോ അല്ല, ആളെ കാണാനില്ല. അവരത് വെട്ടിപ്പൊളിച്ചു. അകത്ത് കയറിയിട്ടും ആളെ കാണാനില്ല. പക്ഷേ ടോയ്ലറ്റിൻ്റെ മൂടിക്ക് അത് തുറന്നു നോക്കിയപ്പം ഒരു തല മാത്രം മൂടി കാണാം. അയാൾ മാലിന്യത്തിനകത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. അയാൾ കഴിഞ്ഞ 8 മണിക്കൂർ ആ മാലിന്യ കൂമ്പാരത്തിൽ ഈ ടോയ്ലറ്റിനകത്ത് പെട്ടുപോയി എന്നാണ് പറഞ്ഞത്. അയാളെ ഒരു സോഫ്റ്റ് ഡ്രിങ്ക് വാങ്ങിച്ചിട്ട് ബാത്റൂമിൽ പോകാൻ വന്നു കഴിഞ്ഞപ്പം കയ്യിൽ നിന്ന് സ്ലിപ്പായി ആ ടെമ്പററി ആ ടാങ്കിനകത്ത് ഇയാളുടെ ആ സോഫ്റ്റ് ഡ്രിങ്ക് പോയി. ഇയാൾ പിശുക്കനായതുകൊണ്ടായിരിക്കും അതിനകത്ത് ഇറങ്ങി എടുക്കാനായിട്ട് ശ്രമിച്ചു. അത് പ്ലാസ്റ്റിക് ആയതുകൊണ്ട് അത് താഴോട്ട് പോയി. ഇയാളുടെ തല മാത്രം വെളിയിൽ കാണിച്ചുകൊണ്ട് ഇയാൾ അവിടെ കിടന്നു. കഴിഞ്ഞ 8 മണിക്കൂറായിട്ട് ഇയാളവിടെ കിടക്കുകയായിരുന്നു. മലത്തിനകത്താണ്. ഇപ്പോഴാണ് പോലീസിന് മനസ്സിലായത് ഇതിനകത്ത് ട്രാഫിക് കിടക്കുകയാണ്. ഫയർഫോഴ്സിനെ കൂടെ വിളിച്ചു. അവരത് പൊളിച്ചു മാറ്റി ഇയാളെ ജീവനോടെ പുറത്തെടുത്തു. മാലിന്യത്തിനകത്താണ്. അവർക്ക് ആ ഏരിയ മുഴുവൻ മണവുമാണ്. എന്തായാലും ഫയർഫോഴ്സിനെ വിളിച്ചു വരുത്തിക്കൊണ്ട് ഫയർഫോഴ്സ് ഇയാളെ അവിടെ ഇട്ട് കുളിപ്പിച്ചെടുത്തിട്ട് ഇയാളെ ഹോസ്പിറ്റലൈസ് ചെയ്തു. വലിയ പ്രശ്നമൊന്നുമില്ല. മരത്തിനകത്ത് 8 മണിക്കൂർ നിന്നേ ഉള്ളൂ. അയാളെ പലരെയും വിളിച്ചിട്ട് കേൾക്കുന്നില്ല. കാരണം ചെറിയ വോയിസ് മാത്രമേ വെളി വരുന്നുള്ളൂ. ഇവിടെ വന്ന് ഈ ടെമ്പററി ടോയ്ലറ്റ് എടുക്കാൻ വന്നവരെ പല പ്രാവശ്യം വിളിച്ചിട്ട് അവർ വിചാരിച്ചു ഇയാൾ ബാത്റൂമിൽ എമർജൻസി ആയിട്ട് വന്ന് കയറിയതായിരിക്കും. അതുകൊണ്ട് 10 മിനിറ്റ് അവർ വെയിറ്റ് ചെയ്തു. എല്ലാം കയറ്റി കഴിഞ്ഞ് വീണ്ടും വന്ന് വിളിച്ചിട്ട് ഇത് തന്നെ അവസ്ഥ. അങ്ങനെയാണ് പോലീസൊക്കെ രംഗത്ത് വന്നത്. ഏതായാലും ഇയാളെ അവർ ഫയർഫോഴ്സിൻ്റെ ആ വെള്ളം ചീറ്റിച്ച് ഇയാളെ കുളിപ്പിച്ചെടുത്ത് ഇയാളെ മോചിതനാക്കി എന്നാണ് കൻസാസിൽ വരുന്ന വാർത്തകൾ.